അപ്പൊ നമുക്ക് ഈ വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വെൽക്കം ഷോ ആവാം. റഹ്മാന്റെ പാട്ടുകളാണ് അല്ലേ? മലർകിളയിൽ തുടങ്ങാം അല്ലേ? ഈ വയലിനെ അത് വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ഈ വയലിൻ അതെ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കായിരുന്നു, നോർമൽ വയലിൻ പോലെയല്ല. നമ്മുടെ നോർമൽ പഠിക്കുന്ന വയലിൻ എപ്പോഴും 4 സ്ട്രിങ് ആണ്. ഇത് എത്ര സ്ട്രിങ്? ഇത് 6 സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ചെറിയ ഡെമോ ഞാൻ കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ നോർമൽ എല്ലാവരും യൂസ് ചെയ്യണ ഇപ്പൊ ഈ ഒരു റേഞ്ചാണ്. പക്ഷേ ഇതിന്റെ ഒരു ഭംഗി എന്താ വെച്ചാൽ അത്ര റേഞ്ച് കിട്ടും. കാര്യം ഇത് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നാണ്. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ അറ്റ് എ ടൈമിൽ വയലിനും വിയോളയും സെല്ലും റേഞ്ചും കൂടെ അറ്റ് എ ടൈം കിട്ടുന്ന പോലെ. 4 സ്ട്രിങ് ചെയ്യുന്നേ 6 സ്ട്രിങ്ങിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ഈ കൈ വിരലിന്റെ മൂവ്മെന്റ് ശരിക്കും നമ്മുടെ വിരലിന്റെ മൂവ്മെന്റിനെക്കാളും നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. അതാണ് പ്രശ്നം. അതാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് പറയും. ഇപ്പോൾ ചിലവർ പറയും ഇപ്പോൾ ചിലർക്ക് മാനുവൽ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് ഓട്ടോമാറ്റിക് ആണ് ഇഷ്ടം. ഇപ്പോൾ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് എനിക്കൊരു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള സംഗീതം മൊത്തം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, വയലിന് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ 4 സ്ട്രിങ്ങിൻ്റെ ഒരു പോരായ്മയല്ല, അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എല്ലാ വയലിനും അതിൻ്റെതായ പ്രത്യേകതകളും ഗുണങ്ങളുണ്ട്. പരിമിതിയല്ല, എല്ലാം ഗുണങ്ങളാണ്. കാര്യം നമുക്ക് 4 സ്ട്രിങ്ങിന് അതിൻ്റെതായ ഭംഗിയുണ്ട്, അതിൻ്റെതായ സുഖങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു എൻ്റയർ വലിയൊരു ഷോ കൺസീവ് ചെയ്യുമ്പോൾ നമുക്ക് പല റേഞ്ചും പല പല കാര്യങ്ങളും നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് സെല്ലോ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ വിയോള എന്ന് പറയുമ്പോൾ വയലിൻ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻസ്ട്രുമെന്റ്സേ ചെറിയൊരു സാധനത്തിനകത്തേക്ക്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്താ അറിയോ പിന്നെ ശബരീഷ്, ഒറ്റ സ്ട്രിങ്ങിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വന്നിട്ട് ഈ ഉത്സവത്തിന് വന്നിട്ട് ഈ കച്ചവടം നടത്തുന്ന ആളുകൾ ഒറ്റ സ്ട്രിങ്ങിൽ വയലിൽ പോയി ജന്മത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. അത് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ സ്ട്രിങ് എല്ലാ പാട്ടും വായിക്കില്ലേ? എല്ലാ പാട്ടിന്റെയും അത് മാത്രമല്ല, പക്ഷെ അങ്ങനെ ഒരു സ്റ്റഡി MS ഗോപാലകൃഷ്ണൻ സാറിന്റെ അങ്ങനെ സ്റ്റഡീസ് ഉണ്ട്. കാര്യം പറവൂർ ബാണി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഇതേ സാധനം ഇവിടെയും വായിക്കാം, ഒറ്റ സ്ട്രിങ്ങിലും വായിക്കാം. അതായത് ഒറ്റയിലും വായിക്കാം. അത് നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് ഘടിപ്പിക്കണം അല്ലേ? നമ്മൾ പ്രാക്ടീസ് ആണ് അതിന്റെ ഒരു മൂവ്മെന്റ്. പിന്നെ വരുന്ന മ്യൂസിക്കിനനുസരിച്ചിട്ട് ശബരീഷിന്റെ മുഖഭാവം മാറുന്നുണ്ട്. നമ്മൾ പാട്ട് പാടുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ മലയാളം നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ആലോചിച്ചിട്ട് മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം വന്നാൽ അങ്ങനെയല്ല. അപ്പോൾ അതേപോലെയാണ് മ്യൂസിക്. നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വരിക എന്നല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ഉള്ളിൽ നിന്ന് വരിക എന്നുള്ളതാണ്. നമ്മളൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന പോലെ തന്നെയാണ് കൂടുതലും. ഈ വയലിൻ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളതേ ഈ വിഷാദത്തിന്റെ ഉപകരണമാണ് വയലിൻ. പ്രയോഗമുണ്ട് പലപ്പോഴും. എല്ലാം നമുക്ക് എക്സെൻട്രിക് ആയ മൊമെന്റിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. കുന്നിക്കുടി വൈദ്യുതാനൊക്കെ കുതിര ഓടിക്കും. അത് ആ സമയത്ത് ആവേശം നമ്മൾ കേട്ടിരിക്കുന്ന വയലിൻ പൊതുവേ അത് സിനിമയിൽ മറ്റേ BGM വേണ്ടിയിട്ട്. കാര്യം നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ നമുക്ക് ഓഡിയൻസിനെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് കരച്ചില്ല. കാര്യം മറ്റൊരാളുടെ സങ്കടം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ വേറൊരാളുടെ ഇപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് അരുൺ സാർ ഉൾക്കൊള്ളണമെങ്കിൽ അതിനൊരു ഇമോഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ. പക്ഷെ കീർത്തനം എന്ന് പറയുമ്പോൾ ഹിമഗിരി തന്നെയോ അതൊക്കെ അതേ രാഗത്തിൽ മറ്റൊരു ത്യാഗരാജ കീർത്തനമായി. ഹിമഗിരി തന്നെ ശരിക്കും ശുദ്ധ സന്യാസി എന്നുള്ള രാഗമാണ്. അതിന് ഉദയ രവിചന്ദ്രിക എന്ന് മറ്റൊരു പേരുണ്ട് ശരിക്കും. അപ്പോൾ നമുക്ക് ത്യാഗരാജ സ്വാമിയുടെ ഒരു കീർത്തനമുണ്ട്. ഒരു അന്തരീക്ഷം ഉണ്ടാക്കും കീർത്തനം. അതാണ്. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് മലർകളെയും കൂടെ വായിക്കാം. BBC റേഡിയോ വരെ എത്തിയത് എങ്ങനെയാണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു കവർ സോങ്സിൻ്റെ ഞാനൊരു കവർ സോങ് ചെയ്തായിരുന്നു ഈ മലർകൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൈസേഷനും അതിൻ്റെ ഒരു ഇത് അന്നത്തെ ഒരു റേഡിയോ പ്ലേ കാറ്റഗറി എന്നുള്ള കാറ്റഗറിയിൽ ഇത് പരിഗണിക്കാൻ മറ്റേ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് വരികയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെയാണ് BBC റേഡിയോ പ്ലേ കാറ്റഗറിയിലാണ്. റഹ്മാന്റെ സോങ്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അല്ലേ? ഇല്ല, മലയാളവും വായിക്കുന്നത് ചെയ്തിരിക്കുന്ന കൂടുതൽ എൻ്റെ റീച്ച് കിട്ടിയിരിക്കുന്നത് റഹ്മാന്റെ സോങ്സ് ആണ്. പക്ഷെ എനിക്ക് എല്ലാ സോങ്സും ഇഷ്ടമാണ്. മലയാളം ഇളയരാജ വായിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇളയരാജ സാറിന്റെ മലയാളത്തിൽ തന്നെ ഇപ്പൊ പൂവായി വിരിഞ്ഞ പോലെ ഒരു വയലിൻ അതിലിപ്പോ
അങ്ങനെ ഒരു അഥർവത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് വയലിൻ്റെ. അങ്ങനെ കുറേ വായിച്ചപ്പോൾ തന്നെ ആ സിനിമ ഓർമ്മ വന്നു. അപ്പം അതാണ് നമുക്കൊരു എക്സ്പ്രസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അത്. വളരെ ഇതായിട്ട് നമുക്ക് അതേപോലെ ഒരുപാട് പടത്തിലുണ്ട് ഇളയരാജ സാറിൻ്റെ. ഈ ബാലഭാസ്കറായിട്ടുള്ള ബന്ധം ഭയങ്കര നല്ല ബന്ധമായിരുന്നു. പക്ഷേ കാര്യം എനിക്ക് ഭയങ്കര ഒരു, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഒരു ജ്യേഷ്ഠതുല്യനാണ് വയലിനിസ്റ്റ്. ഇപ്പോൾ ഉള്ള എല്ലാ ജനറേഷനിലെ ആൾക്കാർക്കും ഒരു ശരിക്കും നിന്ന് വായിക്കുന്ന, പിന്നെ ഭയങ്കര പെർഫോമർ. അതെ, നിന്ന് വായിക്കുന്ന. ജൂനിയർ ആയിരുന്നു എൻ്റെ ഞാൻ ജൂനിയർ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കോളേജിലേക്ക് വന്നു അല്ലേ. കാര്യം അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഈ ഒരു പുതിയൊരു പാത. പണ്ട് ഇപ്പം എല്ലാവരും ഇപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും വയലിനിസ്റ്റ് ആണല്ലോ. ഇപ്പോൾ വയലിനിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം മുണ്ടെടുത്ത് ഷർട്ട് ഇട്ട് ചിലപ്പോൾ വായിൽ തിരി മുറുക്കാനൊക്കെ ഇട്ട് ഇങ്ങനെ. പക്ഷേ അതിൽ നിന്നൊരു വലിയൊരു മാറ്റം വരുത്തിയത് ശരിക്കും ബാലുചേട്ടനാണ്. കാര്യം അതൊരു ഭയങ്കര ഇത് രസകരമായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാനും ഒരുപാട് തലങ്ങൾ എത്തിക്കാൻ പറ്റിയത് മൂവി ഇതൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റൈലെല്ലാം ബാലുചേട്ടൻ കൊണ്ടുവന്നത്. ബാലുവിന്റെ ഒരു പ്രത്യേകത അയാളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കും ആ വയലിൻ. ഒരു അപ്പുറത്തൊരു പ്രത്യേക ഒരു അതിന്റെ ഒരു ഓർഗൻ ഉണ്ടല്ലോ, ബാലുവിന്റെ ഓർഗൻ. ബാലുവിന്റെ ഒരു ശരീരം തന്നെയാണ് അതിനകത്ത് അത്രയും നന്നായിട്ട് ഉപയോഗിക്കുന്നത്, ഫ്രീ ആയിട്ട് ഉപയോഗിക്കും. ശരിയാണ്, അത് പോപ്പുലറൈസ് ചെയ്യുന്നതിനകത്ത് വലിയൊരു റോൾ. കാര്യം ഇതാണ് ഈ ഒരു സ്റ്റൈലും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് വയലിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈക്ക് വെക്കണം. പക്ഷെ ഇതിനൊക്കെ ഇത്രയും ഒരു മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെന്ന്, അതിനൊരു എന്താ പറയുക, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് കൊണ്ടുവന്നത്. ശരിക്കും എനിക്ക് ബാലിച്ചേട്ടൻ ഭയങ്കര കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. പുതിയ ലോകത്ത് എന്തൊരു വയലിനുണ്ടെങ്കിലും അതിനെപ്പറ്റി പഠിക്കുമായിരുന്നു അദ്ദേഹം. ശരിക്കും ഇതിന്റെ ഈ ഒരു വയലിൻ ഇപ്പൊ എനിക്ക് കസ്റ്റമൈസ് ചെയ്തു തന്നു. ഇതിന്റെ മുന്നത്തെ ഒരു വയലിൻ ബാലുചേട്ടൻ അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3D ഇതിന് കോസ്റ്റ് ഒരു 2.5 ആ ഒരു റേഞ്ച് അടുത്ത് വരും. ബിക്കോസ് അതൊരു, പക്ഷേ ഇതാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ എൻ്റെ ഈ വയലിൻ വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് പല സ്ട്രിങ് ആണ്. ഇപ്പൊ ചിലർ 4 സ്ട്രിങ്ങിൽ നന്നായിട്ട് വായിക്കുന്നവരുണ്ട്, 5 സ്ട്രിങ്ങിൽ വായിക്കുന്നവരുണ്ട്, 6 സ്ട്രിങ്. അപ്പോൾ നമ്മുടെ ഒരു ഇതാണ് നമുക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു കസ്റ്റമൈസേഷൻ ശരിക്കും ഓരോരുത്തരുടെ രീതികളിൽ മാറും. പക്ഷേ ആ ഡെപ്ത് ഈ വലിയ ഇത് കൂടുമ്പോഴേ ഡെപ്ത് കൂടുതലല്ലേ വേണ്ടത്. പക്ഷേ ഇതിങ്ങനെ കുറയുമ്പോൾ അതിൻ്റെ ഒരു വോയിസ് കൺട്രോൾ എങ്ങനെ വരും? ശരിക്കും പറഞ്ഞാൽ വയലിൻ ഫാമിലി, കാര്യം വയലിൻ ഫാമിലി പണ്ട് ഇപ്പോൾ ഫോറിനേഴ്സ് അവർ കണ്ടുപിടിക്കുന്ന സമയത്ത് വയലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഒരു ലെങ്ത് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിയോള ഉണ്ടാക്കി. അതിൽ നിന്ന് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് സെല്ലോ ഉണ്ടാക്കി. അവിടെ നിന്ന് പിന്നെയും ലെങ്ത് കൂട്ടിയപ്പോഴാണ് ഡബിൾ ബാസ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റഡീസ്, അതാണ് അത്രയും ലെങ്ത് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അപ്പോൾ ഇതിന് ലെങ്ത് കൂട്ടിക്കൊണ്ടുവരുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസീസും അവരതിനെപ്പറ്റി അതിൻ്റെ എത്ര ഹേർട്സ് വരും ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയലിൻ്റെ നല്ലൊരു സ്റ്റഡീസ് വരാനൊരു 100 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഈ മഹാരാജാസ് മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള ഒരു സംഗീത പഠനത്തിന്റെ ഒരു കാലമുണ്ട്. അതെ. ഈ മഹാരാജാസിൽ പഠിച്ചു തുടങ്ങുന്നത്, മഹാരാജാസിൽ പഠിച്ചു തുടങ്ങുന്നത് 2005 BA. അത് കഴിഞ്ഞ് പിന്നെ MA എടുത്തു. അത് കഴിഞ്ഞ് MA വയലിൻ. ശരിക്കും ഞാൻ തന്നെ സ്പെഷ്യൽ ഒരു കേസാണ്. ശരിക്കും BA വോക്കൽ എടുത്തിട്ട് MA വയലിനെടുത്ത് ഏക വ്യക്തി ഞാനായിരിക്കും. കാര്യം കൺസേൺ സബ്ജക്റ്റ് അല്ല എൻ്റെ നമ്മുടെ PG എടുത്തത്. അപ്പോൾ ഞാൻ മാത്രമായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പെർമിഷൻ വേണം. കാര്യം നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BA ഹിസ്റ്ററി എടുത്തിട്ട് BCom MCom എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെയുള്ള ഒരു കൺസേൺ സബ്ജക്റ്റ്. ഈ വയലിനൊക്കെ പഠിക്കാൻ ധാരാളം വിദ്യാർത്ഥികൾ വരുന്നുണ്ടോ MA കോഴ്സൊക്കെ പഠിക്കാൻ? ആക്ച്വലി ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. ബിക്കോസ് പണ്ട് ഇപ്പം എന്താ പറയുക, ഞാൻ ഈ വയലിനിലേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 4 ജോലി കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ അതാണ് സത്യസന്ധമായി പറഞ്ഞാൽ. ഒന്ന് റെയിൽവേസ്, 2 ഗവൺമെൻറ് ജോബ്സ്, പിന്നെ ഒരെണ്ണം ഒരു പ്രൈവറ്റ് ഇതിലും കിട്ടി. അത് കാനഡയിലാണ്. അതും ബാക്കി 3 എണ്ണം എൻ്റെ വയലിനായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക്കലായിട്ട് ബന്ധപ്പെട്ടാണ്. ആർട്സ് കോട്ട, ഞാൻ നാഷണൽ വിന്നറാണ് വയലിനിൽ. 3 ടൈംസ് നാഷണൽ വിന്നറാണ്. പിന്നെ എനിക്ക് CCRT സ്കോളർഷിപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും വയലിൻ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ജോലി ഞാൻ എടുത്തേ ഇല്ല. അപ്പോൾ എൻ്റെ ഫൈനൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇതേപോലെ 4 പേര് ഇങ്ങനെ എന്താണ് ചോദിക്കുന്നത്. ലാസ്റ്റ് എൻ്റെ വായന കേട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു, തനിക്ക് ഈ ജോലിയുടെ ആവശ്യമുണ്ടോ? കാര്യം താൻ നാളെ എന്നാണെങ്കിലും ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പോകും. അത് 100% ഞങ്ങൾക്ക് ഇത് കണ്ടറിയാം. അപ്പം മറ്റൊരാളുടെ ജോലി താൻ ഇത് കളയേണ്ട കാര്യമുണ്ടോ, അവസരം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ്, എന്നാൽ ശരി ഓക്കെ എന്താ വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല. അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് തന്നെ തുടർന്ന് പോകും എന്നുള്ള രീതിയിലാണ്. അച്ഛൻ ചെന്നൈയിലായിരുന്നു. അപ്പം ഞാൻ ജനിച്ചെന്ന് വളർന്നൊക്കെ ചെന്നൈയിലാണ്. അച്ഛൻ ചെന്നൈയിൽ ഒരുപാട് വർഷം അച്ഛൻ അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് വന്നു. ഷോസ് സോളോ ആണോ അതോ ഫ്യൂഷൻ? എനിക്ക് ശരിക്കും ബാൻഡ് ഇമ്മോർട്ടൽ രാഗ എന്ന ബാൻഡ്, ഇമ്മോർട്ടൽ രാഗ. അപ്പോൾ ബാൻഡ് ഉണ്ട്. പക്ഷേ ഞാൻ കച്ചേരീസാണ് കൂടുതലും എനിക്ക് ഇഷ്ടം.
ഞാൻ കർണാട്ടിക് കച്ചേരികളാണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹം. എൻ്റെ ഫ്യൂഷനിലാണെങ്കിലും ഇപ്പോൾ ഷോസിലാണെങ്കിലും കൂടുതലും കർണാട്ടിക് ഓറിയൻറ്റഡ് ആയിരിക്കും മിക്കതും ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ മറ്റേ ഹിമഗിരി തന്നെ ചോദിച്ചപ്പോൾ ഞാൻ ഈ രാഗത്തിൻ്റെ അപ്പോൾ എനിക്കിങ്ങനെ പ്രോഗ്രാംസിൽ നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്ത് ഓഡിയൻസിന് നമ്മുടെ ഒരു കൾച്ചർ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ കോൺസേർട്സ്, വെസ്റ്റേൺ റോക്ക് ഷോസ്, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൾച്ചർ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് അവർ ചെയ്യുന്ന അവരുടെ കൾച്ചറാണ്. എത്രത്തോളം ഈ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ കുറേ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട്. പണ്ട് ഒരു കാലത്ത് നമുക്ക് ഗാനമേളകൾ ഒരുപാടുണ്ട്. പക്ഷെ അന്നത്തെ ഗാനമേളയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിലും ആദ്യം ഒരു ഭക്തിഗാനം, ചിലപ്പോൾ ഒരു കീർത്തനങ്ങളായിരിക്കാം. ഇപ്പോൾ സ്വാമിനാഥ പരിപാലയം, മഹാഗണപതിയും ഇങ്ങനെ തുടങ്ങിയ കീർത്തനങ്ങളൊക്കെ അങ്ങനെയും പാടിയിട്ടാണ് ചിലത് പിന്നെ പാട്ട് തുടങ്ങാറ്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഫ്യൂഷൻ കേൾക്കാനോ അല്ലെങ്കിൽ പല പല ഇപ്പോൾ ഒരുപാട് ബാൻഡ്സ്, ശക്തി ബാൻഡ്, അങ്ങനെ കുറേ എല്ലാം കേൾക്കാൻ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. ഈ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന, വായിക്കേണ്ടി വരുന്നത് എപ്പോഴും സിനിമ പാട്ടുകൾ തന്നെയായിരിക്കും കൂടുതൽ. പിന്നെ നമ്മളാണ് ഇത് പറഞ്ഞ് കുറേയൊക്കെ അവരുടെ അടുത്ത് എത്തിക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അതും ഇപ്പോൾ എനിക്ക് ഏതൊരു സിനിമ പാട്ടിനെക്കാട്ടിലും ഫേമസ് ആണ് ചില സമയത്ത് നഗുമോ എന്നുള്ള കീർത്തനം. നഗുമോ എന്നുള്ള കീർത്തനം. പിന്നെ അതേപോലെ തന്നെ ഞാൻ വായിക്കാറുള്ളതാണ് നമ്മുടെ തില്ലാന, ഗീതകു തില്ലാന. അത് സ്വാതിരുന്ന മഹാരാജാവിൻ്റെ, അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ധനാശ്രയ രാഗത്തിലുള്ള തില്ലാനയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗീതകു തില്ലാന അല്ലെങ്കിൽ ധനാശ്രയ തില്ലാന എന്ന് പറയുമ്പോൾ ആർക്കില്ല. പക്ഷെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. അല്ല, ഇത് പക്ഷേ സ്വാതിരുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ട് പോപ്പുലർ ആയിട്ടുണ്ട്. ഉണ്ട്. അപ്പം ഇതെല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാം. പിന്നെ സ്വാതിരുന്നാളുടെ പദങ്ങളും ഇതെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ ഫ്യൂഷൻസിൽ കൊണ്ടുവരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു എല്ലാ ഷോയും കഴിഞ്ഞ് നമ്മളൊന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വി ഹാവ് ഡൺ സംതിങ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനിൽ പോകുമ്പോൾ അതിന് കിട്ടുന്നൊരു സന്തോഷം വേറെ. എപ്പോഴും ഈ കർണാട്ടിക്കുമായി ബന്ധപ്പെട്ടാണ് കിട്ടുന്നത് അല്ലേ? ഞാൻ പഠിച്ചത് കർണാട്ടിക്കാണ്, എനിക്ക് അറിയാവുന്നതും കർണാടക. അപ്പോൾ കൂടുതലും അങ്ങനെയാണ്. അതല്ല ഞാൻ പറഞ്ഞ ഈ ഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു അടിപൊളി പാട്ടുകളൊക്കെ ചെയ്യുന്നതിനപ്പുറത്തോ ഇതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ തരും. ആക്ച്വലി ഫ്യൂഷൻ മീൻസ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കൾച്ചറിൻ്റെയും നല്ല അംശമാണ്. ഇപ്പം നമുക്ക് ഈ ഗീതകുതിലാണ് ഫ്യൂഷൻ ആക്കാം. പക്ഷേ ഈ ഫ്യൂഷൻ ആക്കുമ്പോൾ ഇതിൻ്റെ അങ്ങനെ നമ്മൾ ജാസ് കൾച്ചേഴ്സ് ഇതെല്ലാം കൊണ്ടുവരാം. ഡ്രമ്മിങ്ങിന് കുറേ അവരുടെ ഫ്ലാം ഇങ്ങനെയുള്ള സ്റ്റൈലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാ കൾച്ചറിൻ്റെയും ഏറ്റവും നല്ല ഭാവങ്ങൾ നമ്മൾ കൊണ്ടുവരാന്നുള്ളതാണ്. റഹ്മാനാട്ടോ ഈ ഡ്രമ്മിങ് വെച്ച് ഒരുപാട് കീർത്തനങ്ങൾ ശങ്കർ മഹാദേവനെയൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ അല്ലേ? പിന്നെ ആ ഗണപതി. എനിക്ക് റഹ്മാൻ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം അദ്ദേഹം ഒരുപാട് രാഗങ്ങൾ കൊണ്ടുവന്നുണ്ട്, പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ നളിന ഗാന്ധി എന്ന രാഗമുണ്ട്. പക്ഷേ നമുക്കിത് പറയുമ്പോൾ എന്താ പറയുക, മനവിയാളക്കി എന്നുള്ളൊരു കീർത്തനം ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു രാഗമുണ്ട്. ഇതിൽ അദ്ദേഹം വളരെ ബ്രില്യൻ്റായിട്ടൊരു സിനിമ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇളയരാജ സാർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകൾക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ? ശിവമണി സാറിൻ്റെ ഒപ്പം ചെയ്യുന്നത് ഏറ്റവും ഉണ്ട് രാജേഷ് സാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും ആത്മബന്ധമുള്ളത് മട്ടന്നൂർ സാറായിട്ടാണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്വാതിരുന്നാളുടെ പദങ്ങൾ, അപ്പം മാഷും ചെണ്ടയും വിത്ത് ഈ പദങ്ങൾ ഇങ്ങനത്തെ കുറേ ഫ്യൂഷനുകളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മലയാളം പാട്ട് നമുക്ക് ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് വായിക്കാം. കാര്യം എല്ലാവരും ജോൺസൺ മാഷിൻ്റെ ഇപ്പോൾ ദേവാംഗനങ്ങൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ കൂടുതലും മെലഡീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാജഹംസമേ ഒന്നുമല്ലല്ലോ, രാജഹംസമേ അല്ല, അതൊരു സ്പെഷ്യൽ നല്ല തണുത്ത മഴ ജോൺസൺ മാഷിന്റെ പാട്ട്. എനിക്ക് ജോൺസൺ മാഷിന്റെ വലിയൊരു ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ബാക്കി എല്ലാവരും ഇപ്പോൾ എന്താ പറയുക ഒരു പ്രണയഗാനം ചെയ്യുകയാണെങ്കിൽ ഇത്തിരി വിരഹം വരാം, ചിലപ്പോൾ ഒരു സന്തോഷം വരാം, എന്തെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ജോൺസൺ മാഷും ഞാൻ വിദ്യാസാഗർ സാറിനെ കണ്ടിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി. ജോൺസൺ ഭയങ്കര ആ പ്രണയമാണെങ്കിൽ ആ പ്രണയം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയ ഒരു പാട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലിൻ കേട്ടപ്പോഴേ ഇവരുടെ 3 പേരുടെ മനസ്സിൽ ചില ആളുകളുടെയൊക്കെ മുഖം മനസ്സിൽ വന്നു. അവിടെ ഉണ്ടായില്ല, അതൊന്നല്ലല്ലോ. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റുവേഷനാണ്. കാര്യം രാത്രിയിൽ നായികനെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പുഴയുടെ അപ്പുറത്ത് നിന്ന് നായികനെ അപ്പുറത്തേക്ക് മറ്റേ ടോർച്ചടിച്ച് കാണിച്ച് അല്ലെങ്കിൽ മറ്റേ ആ ഒരു ലൈറ്റ് അടിച്ച് കാണിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടുന്നത് ഈ പുഴയും കിടന്ന്. അപ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയ സിറ്റുവേഷനാണ്. കാര്യം രാത്രിയിൽ വർണ്ണിച്ച് നമുക്ക് പാടുന്ന പാട്ടുകൾ വളരെ കുറവാണ്. പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം ഉണ്ട്, അതേപോലെയുള്ള ഒരു പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. പിന്നെ അതേപോലെ എനിക്കിഷ്ടം ഞാൻ ഗന്ധർവനിലെ ഒരു സോങ്. ഇപ്പം ദേവാംഗനകൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം
നിങ്ങൾ ഈ പാട്ടിന് അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നേ, ഈ ഗന്ധർവ വീണയാക്കും എന്നുള്ളതാണല്ലോ ഒരു വരി. അതെ അതെ അതെ. അപ്പൊ അതിനകത്ത് യേശുദാസ് ഗന്ധഴ്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗാനമേളക്കാർ മുഴുവൻ ഗന്ധഴ്വ എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഗന്ധർവ ഇതിന് മുമ്പും ഈ വന്നിട്ടുണ്ട് കച്ചേരിയുടെ വരിയില് അല്ലെ, ഗന്ധർവൻ അല്ലേ? ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറയാം. സ്റ്റൈലാക്കി പറയണതല്ലേ. രണ്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന വന്നിട്ടുണ്ട്. അതിലൊന്ന് കന്നത്തിൽ മുത്തമിട്ടാൽ, രണ്ടാമത്തത് കസ്തൂരിമാൻ. കസ്തൂരിമാൻ ഇതിൽ കണ്ണത്തിന് മുത്തമിട്ടാൽ എപ്പോഴും എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പാട്ടാണ്. കാര്യം ഭയങ്കര എൻ്റെ ഒരു പോപ്പുലർ ആയുള്ള കവറിലാണ്. ഈ മനോഹരമായ പാട്ടുവാ, ഭയങ്കര ഇപ്പം ഈ രാഗത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ശരിക്കും അതൊരു എല്ലാം നിമിത്തമായി വന്നു എന്നുള്ളതാണ് സത്യം. ഈ നമ്മുടെ ജ്ഞാനഗന്ധർവല്ല ഈ ദേവി എന്നുള്ള പാട്ട് ശരിക്കും ആ ഒരു അതേ രാഗത്തിൽ തന്നെയാണ് റഹ്മാനും അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മിയാക്കി മൽഹാർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു രാഗത്തിൽ തന്നെയാണ് അത് ഈ ഒരു കമ്പോസിഷൻ. ഭയങ്കര സീനും ആ സിനിമ. അതെ ഭയങ്കര സങ്കടം വരും എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ. ശരിക്കും അത് ഒരെണ്ണം പ്രണയമാണെങ്കിൽ ഒരേ രാഗത്തിൽ മറ്റത് ഒരു അമ്മയും മകളും തമ്മിലുള്ള മാധവൻ ശരിക്കും കണ്ണത്തെ മുത്തമിട്ടാളെന്നുള്ളത് ആ ഒരു പദപ്രയോഗം ശരിക്കും ഭാരതിയാറിന്റെയാണ്. ഒരു ദൈവം തന്ന പൂവേന്നല്ലേ? അല്ല പിന്നെ ഈ കണ്ണത്തിന് മുത്തമിട്ടാന്നുള്ള പാട്ട് നെഞ്ചിൽ ജിൽജിൽ കാതിൽ ദിൽ ദിൽ കണ്ണത്തിൽ മുത്തമിട്ടാള്. അടുത്ത സ്റ്റാർസ് തുടങ്ങുന്ന ഒരു ദൈവം തந்த പൂവെന്നാണ്. ശരി, കണ്ണത്തിൽ മുത്തമിട്ടാൾ എന്നുള്ള വാക്ക് ശരിക്കും ഭാരതിയാറിന്റെ ഇതാണ്. ശരിക്കും ആ ഒരു നമ്മുടെ ഒരു കവിതയ്ക്ക് ഒരു എന്താ പറയാ പ്രാസം അങ്ങനെയൊക്കെ പറയില്ല. അതേപോലെ ഭാരതിയാറിന്റെ മീറ്ററിലാണ് റഹ്മാൻ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്നം ചിരിക്കിളിയെ കണ്ണമ്മ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതിൽ ലാസ്റ്റ് കണ്ണത്തിൽ മുത്തമിട്ടാൽ കണ്ണമ്മ എന്നൊരു ഫ്രേസ് ഉണ്ട്. അപ്പൊ ഇത് ഭാരതിയാറിന്റെ മീറ്ററാണ് ശരിക്കും റഹ്മാൻ അതിൽ എടുത്തിരിക്കുന്നത്. ശബരീഷ് പാടുകയും കൂടി ചെയ്യില്ലേ? പക്ഷെ വളരെ കുറവാണ്, അറിയാതെ പാടിപ്പോയതാണ്. തൊട്ടടുത്താണെങ്കിൽ പാട്ടും കൂടി പാടും. അതെ, എനിക്ക് പക്ഷേ ലിറിക്സ് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാര്യം നമുക്ക് മനസ്സിൽ ലിറിക്സ് പെട്ടെന്ന് വരും, പക്ഷെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യുമ്പോൾ മനസ്സിൽ പാടിയിട്ടല്ലേ? അതെ, ആ മ്യൂസിക് ഉണ്ടാവും. ഞാൻ ഈ വരികൾ എപ്പോഴും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം കാര്യം ആ വരിയും കൂടെ വരാം. ഇപ്പൊ ഗന്ധർവ വീണ ഇപ്പൊ ശരിക്കും ദാസേട്ടൻ അത് പാടണമെന്ന് പറയണ്ടല്ലോ. ശരിക്കും ഇപ്പൊ ശരിക്കും നമുക്ക് വെറുതെ വായിക്കാം, അതിൽ കാര്യമില്ല. ഭയങ്കര വ്യത്യാസം. സാഹിത്യം അറിഞ്ഞില്ല എങ്കിൽ പോയി അതിന്റെ ഒരു ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഈ ഭാരതിയാരുടെ ഒക്കെ പറയുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളും നോക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ വാക്കുകൾ. അപ്പൊ ഈ ഒരു വാക്കുകളുടെ ഒരു മീറ്റർ ഇപ്പൊ പണ്ട് ഞാൻ കേട്ടേക്കണെന്ന് വെച്ചാൽ ദാസേട്ടൻ പണ്ട് മലയാളം സ്ഫുടമാവാൻ വേണ്ടിയിട്ട് പേപ്പർ ഉറക്കെ വായിക്കുമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ദാസേട്ടൻ. ശരിക്കും നമ്മള് പക്ഷെ വയലിസ്റ്റുകൾക്ക് ഇപ്പൊ വാക്കുകൾ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വയലിനോട് അങ്ങനെ വാക്കുകൾ പറയുന്നതായിരുന്നില്ല. പക്ഷെ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന വാക്ക് അത് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ഏറ്റവും ഇപ്പം ഇപ്പം ഞാൻ പാടുന്നുള്ള ഒരു 2 വരി പാടാം. കണ്ണേ കലൈമാനേ കണ്ണിമയിലെൻ്റെ കണ്ടേനുന്നെ നാനേ. അപ്പോൾ ഇത് നമുക്ക് വായിക്കുകയാണെങ്കിൽ ഇപ്പം ഫ്ലാറ്റാണത്. അപ്പം പക്ഷെ നോട്ട്സും ശരിയാണ്, ലിറിക്സും ശരി, അല്ലെങ്കിൽ മറ്റേ മ്യൂസിക്കും ശരിയാണ്. പക്ഷെ അതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ആ വാക്കും കൂടെ കറക്റ്റ് ആയാൽ ഇത് ഇപ്പോൾ ട്യൂൺ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ മൈന്യൂട്ടായിട്ട് പോകാൻ പറ്റില്ല. പാടുന്ന പോലെ തന്നെ ഒരു വാക്ക് അറിഞ്ഞില്ലെങ്കിലേ മെല്ലെ എന്നുള്ള ആ ഭാവം കൊണ്ടുവരാൻ പറ്റും. ആ വാക്ക് അറിയണം, ആ വാക്ക് മനസ്സിൽ വന്നാൽ ആ ഭാവവും വരും. ശരിക്കും നമ്മള് ശരിക്കും എല്ലാ മ്യൂസീഷ്യൻസ് ആണെങ്കിലും ശരിക്കും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു പാട്ടാണ്. എല്ലാവരും ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. എല്ലാവരും റൊമാൻറ്റിക് സോങ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത് പെട്ടെന്ന് കേട്ടപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോസിങ് ആണ് ശരിക്കും. ഉത്തര വെച്ചാൽ അതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അവൾ ഉത്തരയായിരുന്നു. പക്ഷെ ഉത്തരേനെ കല്യാണം ഫാദർ ഇൻ ലോയും മകളുമാണ്. കാര്യം അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. പക്ഷെ എല്ലാവരും പെട്ടെന്ന് അപ്പൊ എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് വിവാദമുണ്ടായ വലിയ വിവാദമായിരുന്നു. കാര്യം ആട്ടവിളക്കണയും നേരം അർജുനനായി
ഞാൻ അവൾ ഉത്തരയായി എന്നാണ് പറയുന്നത്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ഡേഞ്ചർ ബിസ്ക്കറ്റിലെ നസീർ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഡിക്റ്റേറ്റീവ് മൂവീസിലെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജെയിംസ് ബോണ്ട് മൂവിയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു കേസന്വേഷണത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ പല സ്ത്രീകളുമായി പുള്ളിക്ക് ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളുമാണ് ശരിക്കും ശ്രീകുമാരൻ തമ്പി സാറ് കാര്യം ബൃഹന്തളയായിട്ടാണ് അർജുനൻ വരേണ്ടി വന്നത്. കാര്യം 12 വർഷം വനവാസകാലവും 1 വർഷം അജ്ഞാതവാസമാണ് മഹാഭാരതത്തില് ശരിക്കും പഞ്ചപാണ്ഡവന്മാർക്ക് ഇല്ല. അതിൽ കങ്കനായിട്ട് മറ്റേ ഭീമനും അങ്ങനെ യുധിഷ്ഠിരൻ രാജകൊട്ടാരത്തിലും അർജുനൻ ബൃഹന്തളയായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ഓരോ വേഷങ്ങളാണ് ഈ നസീർ സാർ ഓരോ കെട്ടുന്നതെന്നാണ് പറയുന്നത്. സാർ ഒരുപാട് വിശദീകരിച്ചിട്ടില്ല. കാരണം ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇതുമായി. അതെ ഭയങ്കരമായിട്ട് അപമാനിക്കുക ശരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ശരിക്കും വൈൽഡ്ലൈസ്റ്റ് ഞാൻ അറിയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവരും പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാവം വരുന്നത് വേറെയാണ്. ഇപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു രാത്രി എല്ലാവരും ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചിലവർ ഞാൻ വായിച്ചു കഴിയുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതാണ് ഇപ്പം നമ്മൾ ശരിക്കും ഒരു രാത്രി കൂടെ വിടവാങ്ങവേ അപ്പം നമ്മൾ നമുക്കും കൂടെ ആ ഭാവം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ആ സിറ്റുവേഷനും ഇപ്പം മഞ്ജു വാര്യരും സുരേഷ് സാറും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ വായിക്കണത്. അപ്പോൾ എനിക്ക് വരുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാവത്തിൽ. ഇത് ആ വലിയ പിച്ചിലേക്ക് പോകുന്നുണ്ടോ ആ പാട്ട്? ഇല്ല. പക്ഷെ പതിയെ പറന്ന് ആ ഒരു വരിയിലേക്ക് വരുമ്പോൾ ആ ഒരു പതിയെ പറന്നാണല്ലോ. അപ്പൊ ശരിക്കും പതിയെ നമുക്ക് കുറച്ച് നമുക്കത് നമ്മളിപ്പോൾ അണ്ടർലൈൻ ചെയ്യുമല്ലോ. നമ്മളൊരു വാക്ക് നമുക്ക് വേണ്ട ഒരു വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണ പോലെയാണ് ശരിക്കും നമ്മൾ വയലിനിൽ വായിക്കേണ്ടത്. ശരിക്കും അതിനാണ് വയലിൻ കൗണ്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ ശരിക്കും ഞാനപ്പോൾ ആ ഒരു വാക്ക് നിങ്ങൾ ഒന്നും കൂടെ സ്പഷ്ടമായി കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അതാണ് അങ്ങനെ ലൗഡാകാൻ പറ്റും അല്ലെ? നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഓക്കെ ഈ വാക്കൊന്ന് സ്ട്രെസ് ചെയ്ത് നമുക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യുമല്ലോ. ചിലവർ ചുമല മഷി വെച്ച് വരയ്ക്കും, ചിലപ്പോൾ മഞ്ഞ ഇത് വെച്ച് വരയ്ക്കും. അപ്പോൾ അതേപോലെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നതാണ് ശരിക്കും. അത് വാർത്തയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മ്യൂസിക്കിൽ അതുണ്ടോ എന്നുള്ളതാണ്. മ്യൂസിക്കിലുണ്ട് ശരിക്കും. ഭാവം വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു. ഇറ്റ്സ് യുവർ ഫ്രീഡം. അതെ. ഇപ്പം ചില വരികൾ നമ്മൾ ടോപ്പിൽ പാടുന്ന വരികളായിരിക്കും, പക്ഷെ നമ്മളത് ബേസിലും വായിക്കാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പൊ ശബരീഷ് ഇന്നത്തെ ഈ പ്രഭാതം ധന്യമാക്കി. ധാരാളം വാർത്തകൾ വരുന്നു. കസ്തൂരിമാന്റെ ഒരു ശരിക്കും കസ്തൂരിമാനിലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്